അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജീവിതം കറക്റ്റെന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്കും തെറ്റിപ്പോകും, അതല്ല പ്രശ്നം. ബോധപൂർവം നമ്മളെ തെറ്റിലേക്ക് വീഴാത്ത സാധ്യത ഉണ്ടാക്കണം. മനുഷ്യന്മാരാണ് ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അറിയാതെ തെറ്റുണ്ടായാൽ പോലും ശിക്ഷിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അറിയാത്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. അപ്പം അറിയാത്ത തെറ്റുകളുണ്ട്. അറിയാത്ത തെറ്റുകൾ അറിയാത്ത കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ മനുഷ്യത്വത്തിൻ്റെ ആ കോൺഷ്യസിൽ ദൈവം തെറ്റും ശരിയും എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതിന് ജാതിയും മതവും ഇതൊന്നുമില്ല. തെറ്റിനും ശരിക്കും എല്ലാ മനുഷ്യന്മാർക്കും അതല്ലേ മനസാക്ഷി തന്നെയാണ് അവിടെ നിയമം എന്നൊക്കെ സെൻറ്റ് പോൾ പറഞ്ഞത്. എന്താണ് നിയമം ലഭിച്ചിട്ടില്ലെങ്കിൽ വിജാതീയരായ അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് അവിടെ മനസാക്ഷി തന്നെയാണ് നിയമമെന്ന് പറയും. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരെ ക്രിസ്തുവാണ് മനുഷ്യത്വത്തിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫോം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൊളോക്കിയൽ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര പേഴ്സണൽ ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊക്കെ ടെക്നിക്ക് പ്രെയറായിട്ട് ആൾക്കാർക്ക് തോന്നും. കാര്യങ്ങൾ ശരിയാണ്, ഭയങ്കര അവിടെ അഭിഷേകം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതായത് അമ്മേൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ചിന്തയെന്ന് പറയണത് ചിന്തയല്ല, ബോധ്യം. കാര്യം നമുക്ക് ചിന്തയായിട്ടല്ല വരണത്, എപ്പോഴും ബോധ്യമായിട്ടാണ് വരണത്. ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും അതായിരിക്കുമോ ഇതായിരിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയതാണോ അല്ലതാണോ അങ്ങനെ ഇങ്ങനെ അഴകുഴമ്പം പരിപാടിയൊന്നുമില്ല. നമുക്കുണ്ട് കൺവിക്ഷനാണ്, ഫേം കൺവിഷൻ. ദൈവമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് ലഭിക്കുന്നത് ഫേം കൺവിഷനാണ്. എന്നുവെച്ചാൽ കറ കളഞ്ഞ ബോധ്യം കിട്ടും. ഇപ്പം അമ്മ എന്നോട് പറഞ്ഞെന്താ പറയാമോ? എടാ അത് എന്ന് വെച്ചാൽ കൃപാസനത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ അതാണ് ഇതിൻ്റെ ആസ്തി. അയ്യോ, അത് കേട്ടോടുകൂടിയാണ് ഞാൻ ഞെട്ടിപ്പോയി, സന്തോഷമായി. അതായത് കൃപാസനത്തിൽ നീ ബ്ലെസ്സിങ്സ്, നീ അഭിഷേകം മേടിച്ചതിന് ശേഷം ഇന്ന് വരെ ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അഖണ്ഡ ജപമാലയല്ലേ ഇവിടെ നിന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ അഖണ്ഡ ജപമാല ചെല്ലുന്ന ഒരു വ്യവസായൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വർഷങ്ങളോളം രാത്രിയും പകലും ജപമാല ഉണ്ടായിരുന്ന അത് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. കടലോരത്ത് 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. കടലിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഞാൻ കൊച്ചി തൊട്ട് 2 മാസം 60 ദിവസം പുന്നപ്പുറ വരെ ഓരോ സന്ധ്യയ്ക്കും പോയിട്ട് കടപ്പുറത്തേക്ക് ഓരോ യോഗം വിളിച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അവിടെ പ്രസംഗിച്ച് അതെല്ലാം സുവിശേഷ പ്രകടനം 10 കൊല്ലം ചെയ്ത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 10,000 കണക്കിന് ആൾക്കാരുടെ കൺവെൻഷൻ. അതിന് കൃപാസനം ഇവിടെ തുടങ്ങിയപ്പോഴും ഈ 365 ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട് 365 ദിവസവും 24 മണിക്കൂറും ഇതെല്ലാം ആസ്തിയാണ്. അപ്പം ഇതിൻ്റെ ആസ്തി ഭയങ്കരമാണ്. ഈ ആസ്തിയിലാണ് ലൈറ്റക്കാൻ്റെ പേര് റിക്വസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ആ ചേച്ചി എന്താ ചെയ്തിരിക്കുന്നത്, ബെൻസി എന്താ ചെയ്തിരിക്കുന്നത്, അവർ അമേരിക്കക്കാരോട് സംസാരിക്കണത് അവർക്ക് മനസ്സിലാണില്ല. രാത്രി ഉറക്കാൻ നിലക്ക് 2 മണിക്കൊക്കെയാണ് സംസാരിക്കുന്നത്, ഇവരോട് സംസാരിക്കാൻ വേണ്ടി, അവരുടെ ഓഫീസ് അല്ലേ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറയണ ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാണില്ല, ഇവർ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല. അപ്പോഴേ കൺഫ്യൂഷൻ. ഇപ്പോൾ ഇവരെന്ത് ചെയ്ത് കൃപാസ എത്തുന്നുമ്പോൾ അവർ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട്. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടോടുകൂടി അമ്മേ എനിക്ക് എമിഗ്രേഷൻ ക്ലിയർ ആകുന്നില്ല, എനിക്ക് അവിടുന്ന് ഒരു കൺകറൻസി കിട്ടിയാൽ മാത്രമേ വിസ പ്രോസസ്സിങ് തുടങ്ങത്തുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ടോടുകൂടി ഈ ബെൻസി വർഗീസിൻ്റെ രാത്രി അമ്മ അവർക്ക് സ്വപ്നത്തിൽ കണ്ടിട്ട് പറയും 87 വർക്ക് ലോ അറേഞ്ച്മെൻ്റ് എന്ന് പറയും. അയ്യോ, അത് അവരെ സാക്ഷ്യം കേൾക്കാൻ ഇന്നിട്ടിരിക്കുന്ന സാക്ഷ്യമാണത്. അതായത് 87 ദിവസം കഴിയുമ്പോൾ ഈ രാജ്യത്ത് വർക്ക് ലോ അറേഞ്ച് നിനക്ക് പറ്റുന്ന രീതി, നിന്നെക്കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ തൊഴിൽ നിയമം മാറാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് ഞെട്ടിപ്പോകും നമ്മളെ. അതായത് ഒരു വ്യക്തി ഏത് വിഷയത്തിലാണ് വേദന അനുഭവിക്കണത്, കൈയും കായും എത്താത്ത രീതിയിൽ നടുക്കടലിൽ കിടക്കുന്നത്, ആ പർട്ടിക്കുലർ വിഷയത്തിൽ ദൈവം ഇടപെടും. പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ അമ്മ ചേഞ്ച് ചെയ്യും. ഇത് പുതിയ കാര്യമല്ല. ഞങ്ങളിതിങ്ങനെ വലിയ അത്ഭുതമില്ലാതെ പറയണ കാര്യം, ഈ രാജ്യങ്ങളുടെ നിയമങ്ങൾ അമ്മ ചേഞ്ച് ചെയ്യണത് ഏതാണ്ട് 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിന്നെ ഏത് അക്കൗണ്ടിലും അമ്മ നിലനിർത്തും. എൻ്റെ മക്കളെ, എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ പാപമെന്ന് പറയണത് എന്താ? ആ ദൈവത്തിൽ നിന്ന് അകന്നു പോണത് മാത്രമാണ്. അല്ല നീ ചെയ്ത് കൂട്ടുന്ന മണ്ടത്തരങ്ങളും കാര്യങ്ങളൊന്നും അല്ല. പാപമെന്ന് പറയണത് എന്താ? നിന്നെ പരിപാലിക്കണ ദൈവത്തിൽ നിന്ന് മറന്നു പോണത്, ഓർക്കാതിരിക്കണതാണ് പാപം. ശരിക്കും ഞാൻ മുമ്പ് എന്താ പറഞ്ഞത്? പാപം എന്ന് പറയണത് മനുഷ്യത്വത്തിനെതിരായി വരുന്ന എല്ലാ പാപം. അത് ജനറലാണ്. ഇത് പെർട്ടിക്കുലറായിട്ട് വരുമ്പോൾ എന്താ പറയുക? പാപം എന്ന് പറയണത് നിന്നെ ഇതുപോലെ സ്നേഹിക്കണ ദൈവത്തിനും കുറിച്ച് ഓർക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടത്തില്ലേ? ഓർക്കാണ്ട്, ദൈവത്തിന് ഓർക്കാണ്ട്. ഇന്നലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. ഒരു ചെറിയ അങ്ങേരുടെ തോട്ടത്തിലൊരു ചെറിയ അടിയുണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനേ ഒരു റിവോൾവറിൻ്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എന്തിനെ ഷൂട്ട് ചെയ്യാനാണ്? അപ്പോഴേ കർത്താവിനോട് പറഞ്ഞ് അവനോട് പറയണം, ആത്മാവിൽ തുടങ്ങിയിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുതെന്ന്. ബൈബിളിലുണ്ടാകുന്ന സാധനമാണ്, ബൈബിളൊരു വാക്കാണത്. ആത്മാവിൽ തുടങ്ങും പലരും, പക്ഷേ ലോകത്തിൻ്റെ ഇവിടെ മനുഷ്യനെ പൊറുപ്പിക്കത്തില്ല. വഴിയെ പോണവനും കയറി നമ്മളെ ഞൊണ്ടിച്ചും പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അലർജറ്റിക്കാവും. അലർജറ്റിക്കായി കഴിയുമ്പോൾ, സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളും മാനുഷികവുമായിട്ട് തന്നെ പ്രതികരിക്കും. ഇതൊരു ടെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ടെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും. നിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ വളർന്നു, നീ ദൈവത്തിൻ്റെ കൂടെയാണോ, നീ ദേവാലയത്തിൽ പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട് ഒക്കെ വരുമ്പോൾ നീ ഓർക്കും, നീ ഒക്കെയാണ് ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് നീ വിചാരിക്കും. ഉടനെ നീ എവിടം വരെ എത്തിയെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പെട്ടെന്ന് കർത്താവ് അടുത്ത ഒരു പാഠം തുടങ്ങും, അടുത്തൊരു സിലബസ് തുടങ്ങും. വഴിയെ പോകണമെന്ന് നമ്മുടെ താടിക്കിട്ട് തട്ടിച്ചും പോകും. ഇപ്പം വെറുതെ ഒരു കാര്യമില്ലേ? അവൻ്റെ പുറകെ നമ്മൾ കവളം മടലും കൊണ്ട് ഓടും, അവനെ ഒലയ്ക്കും കൊണ്ട് ഓടും. വെറുതെ നിന്ന് നമ്മുടെ അല്ലേ ചുമ്മാ ചൊറിച്ചും പോയത്. എന്നാൽ അവരിട്ട് തിരിച്ച് പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കിട്ടില്ല, അവൻ അനിയനിട്ടെങ്ങും തട്ടിച്ചും പോകും. തട്ടി മിസ് നമ്മൾ വീണ്ടും എണിയും പാമ്പും കളിയാണത്. നമ്മളെ വീണ്ടും പാമ്പ് കൊത്തി കൊണ്ടുവന്ന് രണ്ടേ വെക്കും. ഒയ്യോ, എന്ത് കഷ്ടപ്പെട്ട് എണിയൊക്കെ 99-ലായതാ. പക്ഷെ ഒരു പ്രതിയോഗി വരണ സമയത്ത് നമ്മൾ കർത്താവ് പറയും, നീ ഇങ്ങനെ ആയത് പതയാണിത്, ഇത് പതയാണ്. നമ്മൾ പാലൊക്കെ എടുക്കുമ്പോൾ ചായക്ക് എടുക്കില്ലേ, ചായ ഇങ്ങനെ എടുക്കത്തില്ലേ, ഇങ്ങനെ വീശുമ്പോൾ ചായ ഇങ്ങനെ വീശി കഴിയുമ്പോൾ എങ്ങനെ കൊണ്ടുവന്ന് ടക്ക് ചെയ്ത് പറഞ്ഞൊരു വെപ്പൊക്കെ വെക്കും നമ്മുടെ അല്ലേ ചായക്കടയിൽ. നമ്മൾ സി ക്ലാസ് തിയേറ്റർ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് അത് വില്ലേജ് മോഡലിൽ കൊണ്ടുവന്ന് ചായ വെക്കും. അപ്പം ഈ വലിയപ്പന്മാർ ചായ കുടിച്ചിട്ട് പറയവേ, എന്നെയാണ് ഇത് മുഴുവൻ പതയാണല്ലോ എന്ന് പറയും. അപ്പോൾ കടക്കാരൻ പറയും, ആ പതയെ മര്യാദക്ക് ഒന്ന് വടച്ച് കളഞ്ഞാൽ മതി, ചായ കിട്ടിക്കൊള്ളൂ എന്ന് പറയും. നിങ്ങൾ തന്നെ കാശുകൊണ്ട് സാധനം അതിനകത്തുണ്ട്. പിന്നെ എന്താണ്, ഇപ്പം വീത്തി പതയാക്കിയതാണ്. പല ആധ്യാത്മികതയും വീത്തി പതയാക്കിയതാണ്, പത കളയാനുള്ള സാധനമാണ്. ഇപ്പം നിൻ്റെ ആധ്യാത്മികതയിൽ ഇതുപോലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത കളയാൻ സമയമായി. നീ വിചാരിക്കണ ചായ വക്കുവരെ ഉണ്ടെന്ന് പറയണത് മുക്കാലേ ഉള്ളു, കാൽ ഗ്ലാസ് പതയാണ്. അതാണ് സംഭവം. ഈ പതയാണ് എന്ന് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിതുപോലെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളുണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവ് ഈ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ദൈവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മളൊരു ഗുസ്തിക്ക മൽപ്പിടുത്തത്തിന് തയ്യാറാക്കണ രീതിയിൽ ദൈവം ചുമ്മാ തോണ്ടും. ചുമ്മാ അവിടെയൊക്കെ തോണ്ടും. യാക്കോബിനൊക്കെ തോണ്ടിയത് എങ്ങനെയല്ലേ? ആ മര്യാദക്ക് ഭാര്യയും മക്കളെ കൊണ്ട് അപ്പുറത്ത് ജാബോക്ക് നദിക്കടയിൽ അപ്പുറത്താക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് ഒരു കല്ലും തലയെ വെച്ച് കിടന്ന് ഉറങ്ങിയ സമയത്ത് അവനെ വന്ന് കാലുപടക്ക് ഇടിച്ചു. വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. യാക്കോബിനെ പ്രകോപിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ അവൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി യേശാവുമായിട്ടൊക്കെ ഒരു കോംപ്രമൈസൊക്കെ എത്തി. യേശാവില്ലേ അവർ ചേട്ടനെ പറ്റിച്ചാലാവും പോകുന്നത്. അപ്പോൾ ഒരു കോംപ്രമൈസൊക്കെ എത്താൻ വേണ്ടി മനസ്സിന് സമാധാനമൊക്കെ ഒരു പുതിയ ജീവിതം സ്വന്തം നാട്ടിൽ പോയി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ടുപോയി ഭാര്യൻ അപ്പുറത്താക്കി, മക്കളെ അപ്പുറത്താക്കി, കന്നുകാലെ അപ്പുറത്താക്കി, യാക്കോബ് ഇപ്പുറത്ത് വന്ന് സ്വസ്ഥമായിട്ട് ഈ മക്കളുടെ അവരെ കലവിലാതൊന്നും ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കിയ പുള്ളി ഉറങ്ങി കാണത്തില്ല. പല ദിവസങ്ങളായിട്ട് ഈ യേശാവിന് വേണ്ടിയുള്ള പശുവിനെ 40 പശു, അതുപോലെ തന്നെ 150 ആടെന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ തിരിക്കണേൽ എണ്ണിക്കൂട്ടി തിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു.
അപ്പോൾ അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പുള്ളിക്ക് ഉറങ്ങാൻ വേണ്ടി ഇതിനെല്ലാത്തിനും ഇവരുടെ കലാവിലെ ആടിൻ്റെ സ്വരവും പശുവിൻ്റെ സ്വരവും ഒട്ടകത്തിൻ്റെ അമറലും എല്ലാം കൂടി കേട്ട് പുള്ളിക്ക് ഉറക്കാൻ പറ്റും. അത് കാരണം ഇതിനെല്ലാത്തിനും നദി കടത്തി അപ്പുറത്താക്കിയിട്ട് പുള്ളി ഇപ്പുറത്ത് ഒറ്റയ്ക്ക് വന്ന് മര്യാദക്കൊന്ന് ഉറങ്ങാമെന്ന് ആയപ്പോൾ തന്നെ ദൈവം രാത്രി വന്നിട്ട് ഒരു തലവിടെ കെട്ടിച്ച് വെറുതെ കിടന്ന തലവിടെ കെട്ടിച്ച് അവൻ ചാടി എന്നിട്ട് പിടുത്തമായി പിടിച്ച് അവസാനം ഈ രംഗം എൻ്റെ ഒത്തിപ്പാട്ട് ഫോട്ടിനോടുമ്പോൾ നമ്മൾ കാണുന്നത് യാക്കോബ് ഇങ്ങനെ മുടന്തി പോണ കാണുന്നത്. ഇപ്പം ആവശ്യമില്ലാത്ത എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ യാക്കോബ് ഏതാണ്ട് കൈകാര്യം ചെയ്തു, തൻ്റെ ബുദ്ധി കഴികൊണ്ട് യേശാവിനെ കൈകാര്യം ചെയ്തു എന്ന് പുള്ളിക്കൊരു തോന്നലേ. ദൈവത്തിന് ഒരു നിമിഷം അയാൾ മറന്നുപോയി. അയാളുടെ കഴിവ് കൊണ്ട് ചേട്ടായിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം സെറ്റ് ചെയ്തു. അപ്പോൾ യാക്കോബിന് 2 ഭാര്യമാരും അവരുടെ 12 പിന്നെ അവരുടെ സർവൻസിലുണ്ടാകുന്ന മക്കൾ, അങ്ങനെ 12 മക്കളുണ്ട്. അപ്പോൾ സമർത്ഥമായ ഒരു കുടുംബവും അതിനെ പോറ്റാനുള്ള പൊന്നും എല്ലാം എന്നെ പെണ്ണും അവിടെ പെണ്ണുമ്പിള്ളെല്ലാം കള്ളികളായിരുന്നു. ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് സീതനം കിട്ടാഞ്ഞ കാരണം അമ്മാവൻ്റെ നിന്ന് മാക്സിമം അപ്പൻ്റെ നിന്ന് അടിച്ചുകൊണ്ടാണ് പോകുന്നത്, ആങ്ങളുടെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ലേയയും ഫസ്റ്റാണ്, റാഹേലും ഫസ്റ്റാണ്. കാര്യം അവിടെ അങ്ങനെ ചെയ്തിട്ടാണ്. കാര്യം അയാൾ അതിൻ്റെ ക്ലർക്കിസ് പാർട്ടിയായിരുന്നു, ലാബാൻ എന്ന് പറഞ്ഞ ആൾ. അയാൾക്ക് എത്രയോ വർഷം പണി ചെയ്തിട്ടാണ് ഇവനെ ഈ പരുവത്തിലാക്കി കളഞ്ഞത്. അവസാനം ദൈവനെ അനുഗ്രഹിച്ച്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണെന്നൊക്കെ ചിന്തിച്ച് ദൈവത്തിനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ് യാക്കോബ്. അപ്പോഴാണ് പിടുത്തം വന്നത്. ഇതുപോലെ ദൈവം ചിലപ്പോൾ ഒരു പിടുത്തം വരും നമ്മുടെ ജീവിതത്തിൽ. ഈ പിടുത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ പിടിക്കാൻ നിൽക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാര്യം ഈ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും നമ്മുടെ എളി ഉളുക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അമ്മ ആണെങ്കിൽ അമ്മയ്ക്ക് എത്ര സമയത്ത് വേണമെങ്കിലും അപ്പായുമായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിരുന്നു. കാര്യം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നടന്നത്, അല്ലേ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവരെന്നേക്കും ഭരിക്കും, ദാവീദിൻ്റെ സിംഹാസനം അവനേക്ക് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുന്തവും ഇല്ല. അവസാനം ചാണാക്കുഴി പെറ്റി കിടക്കേണ്ട കണ്ടീഷൻ. അപ്പം ഗുസ്തിക്ക് പറ്റുന്ന എല്ലാ പരിപാടിയും ദൈവം തന്നെ ഒപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, അപ്പ ഗുസ്തിക്കുള്ള ഉദ്ദേശമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളതിന് കിട്ടത്തില്ല കേട്ടാ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗുസ്തിക്ക് വന്നിരിക്കണമെന്ന്. ഞാൻ ഗുസ്തിക്കില്ല. അമ്മ തർക്കിച്ചില്ല, അമ്മ ബഹളം ഉണ്ടാക്കില്ല, ഹൃദയത്തെ സംഗ്രഹിച്ചു. അതാണ് ഏറ്റവും അമ്മയുടെയൊക്കെ ഒരു നിലപാട്. ആധ്യാത്മികമായി വളരണമെന്നുണ്ടെങ്കിൽ മിനിമം ഹോളി സ്പിരിറ്റ് വേണം. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ, മേരി ഇത് പാഠത്തിലുള്ളതാണ്, സിലബസിലുള്ളതാണ്, അപ്പം ഗുസ്തിക്ക് വരുന്നതായിരിക്കണം, അതാണ് നിന്നെ കൊണ്ട് ചാണാക്കുഴി തട്ടിയത്, നീ മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഗുസ്തിക്കൊന്നുമില്ല, അപ്പം ഗുസ്തിയാണെന്നുള്ളത് എനിക്കറിയാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പന് വളർത്തണം ആളെ. എന്താണ്? വിശ്വാസത്തെ വളർത്തണം, പ്രത്യാശയെ വളർത്തണം, ദൈവസ്നേഹത്തെ വളർത്തണം, സമർപ്പണത്തെ വളർത്തണം. ഇതെല്ലാം കൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ എന്താ വരാൻ പറ്റണത്? സമർപ്പണമല്ലേ. അത് ആദ്യമേ അങ്ങോട്ട് പറയും, അപ്പം ഒരു പരിപാടിക്കുമില്ല, സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് യാക്കോബിനെ അതറിയാൻ പറ്റാഞ്ഞുകൊണ്ടാണ് മണ്ടൻ എളി ഉളുക്കേണ്ട കണ്ടീഷൻസ് വന്നത്. അപ്പം ഇതുപോലെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുസ്തിയുമായിട്ടൊരാൾ വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം വരുമെന്നും പറഞ്ഞാൽ നിങ്ങളിരിക്കണത്. ദൈവമൊന്നും പറയേണ്ട, നാട്ടിലെ ഗുണ്ടകൾ വന്നാൽ മതി. എൻ്റെ സ്വന്തം ഇടവക ഇരുന്ന് ഞാൻ ജോലി ചെയ്ത് അവിടെ നാട്ടുകാരിലെ ഒരാൾ എന്നെ തല്ലിയിട്ടുണ്ട്, പോരെ? എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ എന്താണെന്ന് ചെയ്തിരിക്കണത്, എൻ്റെ കർത്താവിൻ്റെ വചനം 3 പ്രാവശ്യം ഞാൻ അവനോട് പോയി ക്ഷമ ചോദിക്കും. അവനെ പ്രകോപിപ്പിച്ചതിലാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം അവൻ്റെ ഒരു കാര്യം നടത്താൻ എനിക്ക് പറ്റിയില്ല. കാര്യം എന്നെ പട്ടാളം പോലെ ആൾക്കാർ പല നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. അവിടെ കാര്യം നടക്കാൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യവന് വെഞ്ചരിക്കണം, ഒരു വണ്ടി വെഞ്ചരിക്കണം, തക്കാളി വണ്ടി ഉന്തിക്കൊണ്ടുകൊണ്ട് പോകണം. അപ്പം ഞാനവിടെ പറഞ്ഞു, ചേട്ടാ ആ തക്കാളി വണ്ടിയല്ലേ ചേട്ടൻ ഉന്തിക്കൊണ്ട് വിൽക്കാനുള്ള സാധനമല്ലേ, അതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ വെഞ്ചരിച്ച് തരാം. അല്ല, അപ്പം വിറഞ്ഞിട്ട് അയാൾ എൻ്റെ താടിക്കിട്ട് തട്ടി. പക്ഷെ ഞാനൊരു അക്ഷരമിണ്ടാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കൂടെ പോയി അയാളുടെ വണ്ടി വെഞ്ചരിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ മനുഷ്യനെ പ്രകോപിപ്പിച്ചതിൽ പല പ്രാവശ്യം 3 പ്രാവശ്യം ആ ഇടവകയിൽ നിന്ന് പോന്നിട്ട് ഞാൻ പോയി എൻ്റെ ജീവചരിത്രം തെദ്ദൂല അതെല്ലാം എഴുതിയിട്ടുണ്ട്, അയാളുടെ പേര് വരെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ ആ മനുഷ്യൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നിട്ടും ആ മനുഷ്യൻ
എൻ്റെ ക്ഷമയോ അതൊന്നും അംഗീകരിച്ചില്ല. എന്നെ അയാൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ വെച്ച് എന്നെ ഒരു കൊച്ചാക്കണ പോലെ അങ്ങനെ അയാൾ പെരുമാറിയത്. ഞാനത് ആരോടും പറഞ്ഞില്ല, ഈശോയോട് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈശോയുടെ പ്രശ്നം പിന്നീട് എനിക്ക് തോന്നിയത് പറയേണ്ട കാര്യമില്ലായിരുന്നെന്ന്. കാര്യം പുകച്ച് കളഞ്ഞ ആളില്ല. ഒറ്റ ആഴ്ച കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് കളഞ്ഞു. എന്നുവെച്ചാൽ ദൈവവചനം മാത്രം നീ വിശ്വസിച്ച് പോകുമ്പോൾ നീ ദൈവം ആരാണെന്നറിയും. കർത്താവിനറിയാം ഞാൻ വചനം വിട്ട് നിൽക്കത്തില്ല, വചനത്തിലാണ് കാര്യം ചെയ്തിരിക്കണം, മനുഷ്യമായിട്ടുള്ളതെന്ന്. പിന്നെ ഉടമസ്ഥൻ ആരാ? ദൈവമാണ്, ദൈവവചനത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഉടമസ്ഥൻ രംഗത്ത് വരും. ദൈവവചനം ജീവിക്കണ ഒരു രീതികളുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സംഭവങ്ങളും കഥകളും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു അനുഭവം ഉണ്ടാവും എവിടെയെങ്കിലും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങള് പരിശുദ്ധ അമ്മയെ പോലെ അപ്പനുമായി യാക്കോബിനെ പോലെ ഗുസ്തിക്ക് തയ്യാറാകാതെ പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിന്റെ അപ്രതീക്ഷിത അനുഭവങ്ങളിലെ സങ്കട അനുഭവങ്ങളിലെ സമീപനത്തോടെ സമർപ്പിതനായി ദൈവവചനത്തിന് ദാസിയായി നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ദൈവ പൈതലായി രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ബെൻസി വർഗീസിന്റെ വിഷയമാണ്. ബെൻസി വർഗീസ് ഉടമ്പടി ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ ആദ്യം ലൈറ്റക്കാർ പരിക്കസിട്ടു, പിന്നീട് ഓൺലൈൻ ഉടമ്പടി ചെയ്തു. പിന്നീട് ലൈറ്റക്കാരൻ പരിക്കസ് ഇവിടെ എത്തണ വരെ നമുക്ക് നിലനിൽക്കാനുള്ളൊരു മാർഗമാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന് ലൈറ്റക്കാരൻ്റെ പെയർ റിക്വസ്റ്റ്. 10,000 മനുഷ്യരുടെ ലക്ഷക്കണക്കിന് പ്രാർത്ഥനയുടെ ഒരു വലിയ നിക്ഷേപത്തിലേക്കാണ് നീ ലൈറ്റക്കാരൻ്റെ പെയർ റിക്വസ്റ്റ്. നിൻ്റെക്ക് ഒരു സങ്കടത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഓഹരി ചോദിക്കുമ്പോഴേ കൃപാസനന് പ്രൊഫൗണ്ടായിട്ടുള്ള അതിൻ്റെ അടിത്തറ ഉണ്ട്, ആത്മീയ അടിത്തറ. അതിൽ നിന്ന് അമ്മ നിന്നെ സഹായിക്കും. പെട്ടെന്നാണ് മറുപടി വരുന്നത്. അതിനുശേഷം അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഇമെയിൽ കിട്ടും. കൺഗ്രാജുലേഷൻസ്, യുവർ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കും. അത് ജസ്റ്റ് 24 മണിക്കൂറാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണത്. 24 മണിക്കൂർ. എത്രയോ കാലങ്ങളാണ് ഇവർ അതിനു വേണ്ടി ഉറക്കവേ. അമേരിക്കക്കാരന് പകലാകാൻ വേണ്ടി നമ്മുടെ രാത്രികളെ പകലാക്കി എത്രയോ കാലം സംസാരിച്ചതാണ്. അവർക്ക് മനസ്സിലാകണ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാണില്ല, അവരുടെ പറയുന്ന ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാണില്ല. ഇങ്ങനെ നീണ്ട കയറ്റി കിടക്കുന്ന സംഭവം അമ്മ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിത്തിൻ നോ ടൈം 24 അവേഴ്സ് വിത്തിൻ 24 അവേഴ്സ് അവിടെ നിന്ന് ഇമെയിൽ വരികയാണ്. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് ചോദിക്കുമ്പോൾ ഉടമ്പടിയുടെ പാക്കേജ്, അതിൻ്റെ പദ്ധതി അതാണ്. അതായത് നമ്മളുടെ ഓരോ വിഷയത്തിനും, അതായത് ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ ഉടമ്പടി വരുന്ന എല്ലാവരും തന്നെ ഒന്നാമത്തെ ഉടമ്പടി ശരിക്കും പഠിക്കണം. വളരെ ശ്രദ്ധയോടെ പഠിക്കണവർക്ക് കൂടുതലാണ് അതിൻ്റെ കാര്യം. ഇതിൻ്റെ നമ്മൾക്കുണ്ടാകുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സ് കഴിഞ്ഞാൽ ഉടമ്പടി എടുപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞത്. ഉടമ്പടി അവർക്ക് മനസ്സിലാകത്തില്ല. അവർ കൊണ്ടുവന്ന് യൂദാസ് പുണ്യാൻ്റെ പെട്ടി അസാധ്യക്കാരൻ്റെ മധ്യസ്ഥം എന്ന് പറഞ്ഞുകൊണ്ട് കത്തിട്ടേക്കണ പോലെ അവർ പോകും. ചിലപ്പോൾ പ്രവർത്തനം ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല. കാര്യം അവരിങ്ങനെ ഈ അപേക്ഷ കത്തിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അസാധ്യ കാര്യമല്ലല്ലോ ഉടമ്പടി നടക്കണത്. ഉടമ്പടി നടക്കണ അസാധ്യ കാര്യങ്ങൾ നടക്കും. പിന്നെ എന്താണ്? അടിയന്തര എമർജൻസി ആയുള്ള കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല നടക്കണം ഉടമ്പടിയിൽ, അടിയന്തര കാര്യങ്ങൾ നടക്കും. ഇപ്പം കാനായിലെ കല്യാണ വിളയിൽ തന്നെ അടിയന്തര വിഷയമാണ്. കല്യാണ അടിയന്തരത്തെക്കുറിച്ചല്ല പറയണത്. അതായത് അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പോകും. കല്യാണത്തിലൊക്കെ യഹൂദിൻ്റെ കല്യാണത്തിന് അറിയാമല്ലോ, പാനോപചാരം എന്ന് പറഞ്ഞത് 10 ദിവസമാണ്. അതിനൊരു പഠിക്കുക വരുമ്പോൾ തന്നെ ഒരു കോട്ട് കൊടുക്കും. ഒരു നമുക്ക് ഓവർകോട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഓവർകോട്ട്. പഠിക്കൽ ചിലപ്പോൾ തന്നെ ഓവർകോട്ട് തൂക്കിയിട്ടേക്കും. അതൊക്കെ മുമ്പ് ഇവിടെ കല്യാണ കത്തുണ്ടാവും.
കല്യാണ കത്തില്ലേ, എന്നാൽ അത് കത്ത് ഓരോരുത്തരെ അറിയിക്കുമ്പോൾ ഈ കല്യാണ കത്ത് അവർക്ക് കൊടുക്കും. കല്യാണ കത്തും കൊണ്ടാണ് ഇവർ വരുന്നത്. പഠിക്കുക വരുമ്പോൾ പഠിക്കുക ശിവായി നിൽക്കുന്നുണ്ടാവും. അയാൾ കത്ത് പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് ഈ കത്തിൽ ഇയാളുടെ പേരുണ്ടെങ്കിൽ അതിനകത്ത് ആ കത്തിൻ്റെ അകത്ത് എല്ലാവരുടെയും പേരുണ്ടാവും. ആ കല്യാണത്തിന് വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ പേരുണ്ടാവും. ആ കത്ത് വായിച്ച് നോക്കിയിട്ട് ഇയാൾക്ക് കല്യാണ വസ്ത്രം കൊടുക്കും. അതാണ് കർത്താവ് ചോദിക്കുന്നത്. സ്നേഹിത കല്യാണ വസ്ത്രം എന്നൊക്കെ ചോദിക്കണില്ലേ, നിൻ്റെ കല്യാണ വസ്ത്രം എവിടെ എന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പോൾ കത്ത് ലഭിക്കാത്ത ആൾക്കാർ അതിൻ്റെ അടുത്ത് കയറി ഇരിക്കണേ. ഇപ്പോൾ മാത്രമല്ല ഇങ്ങനെയുള്ള അടിയന്തരം നോക്കി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ അതായത് സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എവിടെ? അപ്പോൾ അവൻ നിന്ന് പരിങ്ങും, ഗെറ്റ് ഔട്ട് എന്ന് പറയും, പുറത്ത് പോടാന്ന് പറയും. അപ്പോൾ എന്തൊരു ആ അലർച്ച വല്ലാത്ത അലർച്ചയിൽ പോയി. ഞാനവിടുത്തെ വലിയ അവരവരെ കോംപ്രമൈസ് ചെയ്ത് ഇരുത്തേണ്ടതല്ല, അവരെ കോംപ്രമൈസ് ചെയ്ത് അവിടെ ഇരുത്തേണ്ടതല്ലായിരുന്നോ. പക്ഷേ എന്താ പ്രശ്നം? വരപ്രസാദത്തിൻ്റെ വിഷയമാണ്. കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വരപ്രസാദമാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവിന്, നിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതിന് ഈശോമിശിഹായി സ്ഥാപിച്ച കാണപ്പെടാത്ത അടയാളം, നമുക്ക് കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹായി സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. കൂദാശകളിലൂടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ് നമുക്ക് വരപ്രസാദത്തിന് വരുമാനം കിട്ടുന്നത്. ഈ ഒരു സംഭവം ഇല്ലാത്ത കക്ഷിയാണ് അകത്ത് കയറി ഇരിക്കുന്നത്. എവിടെയാണ്? ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. കല്യാണ വിരുന്നെന്ന് പറയുമ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിലെ കല്യാണ വിരുന്നാണ് ഈ പറയണത്. അവിടെ മണവാളൻ ഈശോയാണ്, സഭ മണവാട്ടിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരപ്രസാദം ഇല്ലാത്ത പക്ഷിയോട് പറയണത് എന്താണ്? കേരൗട്ട് അടിച്ചിട്ടുണ്ടല്ലോ, ഒന്നൊന്നര അടി അടിക്കണം എന്ന് വെച്ചാൽ കാര്യത്തോടെടുക്കുമ്പോൾ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി നമ്മൾ അറിയും എന്ന് പറഞ്ഞ പോലെ ഈ വരപ്രസാദം, നിത്യജീവൻ, ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈശോയുടെ സംസാരത്തിൽ ഒരു പതുമയും ഇല്ല. അയാളെ ഗെറ്റ് ഔട്ട് അടിക്കണമെന്ന് വെച്ചാൽ മിക്കവാറും ആ സ്ഥലം മൊത്തം കെട്ട് കാണും, ആ ഗ്രാമം. കാര്യം അത്രയും സീരിയസ് ആ വിഷയം. വരപ്രസാദം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്, പുണ്യത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ വസ്ത്രമാണ് കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്. ഇത് ദൈവരാജ്യത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെല്ലുമ്പോഴില്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ഔട്ടാണ്. എൻ്റെ അകത്ത് ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഞ്ഞ് തീർന്നു പോയത് എന്താവശ്യമാണത്? അത്യാവശ്യമല്ല, അസാധ്യകാര്യമല്ല. അസാധ്യകാര്യമില്ലത്. അസാധ്യകാര്യം അടുത്ത വീട്ടിൽ പോയി, അടുത്ത സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോയി ഈ വായ്പ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിച്ചാൽ മതി. ഇപ്പോൾ വായ്പ മേടിക്കുക, കടം മേടിക്കുക എന്നുള്ള പ്രൊവിഷൻസൊക്കെ അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മ നിൽക്കുമ്പോൾ നിനക്ക് വായ്പ വാങ്ങിക്കേണ്ടി വരത്തില്ല. അമ്മ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല. ഇത് നീ പഠിക്കണം. ഞാനിത് പഠിച്ചത് ഞാൻ ഒരിടത്ത് വായിച്ചതല്ല. ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഉടുപ്പേ തൂങ്ങി നടന്ന കാലത്ത് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ മനസ്സിൽ ആത്മാവ് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആ കാനായിലെ കല്യാണത്തിൽ ആ വിഷയം നിസ്സാര വിഷയമാണ്. അത് വേണമെങ്കിൽ അമ്മയ്ക്ക് പരിഹരിക്കണമെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷേ അമ്മ നിൽക്കുമ്പോൾ നിന്നെ കണ്ടവൻ്റെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കത്തില്ല. ഏത് അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞാലും അമ്മ ഇംഗ്ലീഷ്, നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാലും അമ്മ ഇടപെട്ട് കഴിയുമ്പോഴല്ല അവൻ ജപ അടിച്ചുകൊണ്ട് സാരം കണ്ട് ഇമെയിൽ വിടും. അതാണ് കാര്യം. അത് അനുഭവിച്ചിട്ടുള്ളവൻ പിന്നെ ഒരിക്കലും പോകത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണം, ചിന്തിക്കണം വിഷയമല്ല, അതിനേക്കാൾ വലിയ വിഷയമാണ്.